കൊണ്ടിരുന്നില്ല എന്ന് പറഞ്ഞു. അയ്യോ, ഞാനിതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ല. ഇതൊന്നും ആദ്യം ഇടണേ. ബ്ലൗസ് വാങ്ങിക്കുന്നവരെ ആദ്യം ശ്രദ്ധിക്കണം. ഇപ്പം സ്ക്രീനിൽ XXL എന്നാണ് എഴുതിയേക്കുന്നതെങ്കിൽ XXL വരെയുള്ളവരെ വാങ്ങിക്കാവുള്ളൂ. XXL തന്നെ കൈക്കൊക്കെ ഒത്തിരി വണ്ണം കൂടുതലുള്ളവർ അങ്ങനെയുള്ളവർ വാങ്ങിക്കരുത് കേട്ടോ. നോർമൽ സാധാ കുഴപ്പമുള്ളവർ വാങ്ങിക്കുന്നത്. ഇത് സ്ട്രെച്ചബിൾ ആണ്. XXL കൃത്യ സൈസ് അല്ല, അതിനേക്കാൾ ഇച്ചിരി കൂടെ വലുതാവും. നിങ്ങളുടെ കൃത്യം XXL സൈസ് ആണെങ്കിലും അതിനേക്കാളും കുറച്ചും കൂടി വലുതാവും. അപ്പം XXL മേളിലോട്ടുള്ളവർ വാങ്ങിക്കരുത്. 2 ബ്ലൗസ്, ആദ്യം കാണിച്ച ബ്ലൗസും രണ്ടാമത് കാണിക്കുന്ന ബ്ലൗസും അതിന് മേളിലേക്കുള്ളൊരു വാങ്ങിക്കരുത്. നമസ്കാരം, കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്ലൗസിൻ്റെ വീഡിയോ കാണാം. എത്രയോ നാളുകളായിട്ട് എത്രയോ ആൾക്കാർ എന്നോട് സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യം ഇന്ന് ഞാൻ സാധിക്കാൻ പറ്റിയിരിക്കുകയാണ്. കാരണം ബ്ലൗസ് ഫുൾ സ്ലീവ് വേണമെന്ന്, അതുപോലെ ബോട്ട് നെക്ക് വേണമെന്ന്, നല്ല സ്റ്റൈലിഷ് ആയിട്ട് കൊടുക്കാൻ. എനിക്കിപ്പം ഈ ഫുൾ സ്ലീവ് ഇടുന്നവർ വളരെ കുറവാണല്ലോ. എല്ലാവർക്കും ഒന്നും അങ്ങനെ അത്ര ഇഷ്ടമുള്ളതല്ല. പക്ഷെ ഈ ബ്ലൗസ് ആർക്കും ഇഷ്ടമില്ലാതെ വരത്തില്ല. ഇനി നിങ്ങൾക്ക് ഫുൾ സ്ലീവ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് വേണ്ട അത്രയും സ്ലീവ് വെച്ചിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാം ഇത്. പക്ഷെ ഇതിൻ്റെ നെക്ക് ബോട്ട് നെക്കാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സാരി ഇട്ട് ഞാനൊന്ന് ഉടുത്ത് നോക്കിയിട്ട് കാണിക്കുന്നത്. നല്ല സ്റ്റൈലാട്ടോ, ഒരു ഭംഗിയാണ്, ഒരു വെറൈറ്റി ലുക്കാണ്. അങ്ങനെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങിക്കുക. ഈ ബ്ലൗസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇത് നോർമൽ ബ്ലൗസായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നോർമൽ ബ്ലൗസായിട്ട് ഭയങ്കരമായിട്ടുള്ള പെർഫെക്ഷനായി ബ്ലൗസിന്. ഇതിൻ്റെ കൈയൊക്കെ അങ്ങോട്ട് കയറ്റി നോക്കിയാണ്ടല്ലോ, എൻ്റെ പൊന്നെ, നമുക്ക് വേണ്ടി നമ്മളെ വെച്ച് തയ്ച്ചതാകുമ്പോൾ നോക്കുന്നുണ്ടോ, നോക്ക്. ഇത്രയും പെർഫെക്ഷനോടെ സ്ലീവ് എവിടെ കിട്ടും? അത് ഒരു വിധത്തിലും ഒരു മനുഷ്യനും മനസ്സിലാകത്തില്ല ഇതിങ്ങനത്തെ സ്ട്രെച്ചബിൾ മെറ്റീരിയലോ ബനിയൻ മെറ്റീരിയലോ ആണ്. അജ്രക്ക് പ്രിൻ്റാണ്. ഇതാണ് ബ്ലൗസ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ബ്ലൗസ് ഫുൾ സ്ലീവ് വേണ്ട, ബോട്ട് നെക്ക് മാത്രം മതിയെങ്കിൽ കൈ കട്ട് ചെയ്ത് കളയാം, അത്രേ ഉള്ളൂ. ബോട്ട് നെക്കാണ്, കാണിച്ചു തരാവേ. ഞാൻ ഇതിട്ടുള്ള ഫോട്ടോ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരിക്കാം. സാരിയൊക്കെ വാരി വലിച്ചു കൊടുത്ത ഫോട്ടോയാണ്, എന്നാലും ഏകദേശം എഴുതുന്നുണ്ടോ. ബോട്ട് നെക്കാണ്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുപോലത്തെയാണ്. ഇങ്ങനെയാണ് ഇത്. ഇനി ബോട്ട് നെക്ക് മാത്രമായിട്ടാണെങ്കിൽ ബ്ലൗസിൻ്റെ കൈ കട്ട് ചെയ്ത് വെച്ചാൽ മതി. ആകെ 3 കളറോ 4 കളറും കണ്ടേ ഉള്ളൂ. ഒന്ന് ബ്രൗൺ, മെറൂണ, 3 നേവി ബ്ലൂ. എല്ലാം കൈ കാണിച്ച് എല്ലാവർക്കും കൈ കാണണം. എപ്പോഴും പറയും കൈ കയറ്റി കാണിച്ച് അതേ പറ്റത്തുള്ളൂ. ഇതാ നേവി ബ്ലൂ, നല്ല രസമുണ്ടല്ലേ. ഞാൻ ഉണ്ടോട്ടെ ഇതേ പെർഫെക്ഷൻ ഒരു കുർത്തി കിട്ടുമായിരുന്നെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ ഇരിക്കുന്ന ഫുൾ സ്ലീവ് വരുന്ന, എനിക്കത് ഓർമ്മ വന്നു. അതുപോലത്തെ മെറ്റീരിയൽ ഇനിയും നോക്കിയോ, ഇനി പോകെ അത് ഇറങ്ങും, കുർത്തി അങ്ങനെ ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ പിന്നെ എന്നാ ഈ ഷേപ്പ് ചെയ്യിക്കലിൽ നിന്നുള്ള ഒരു സംഭവങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാവും. ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് എന്ന് പറയുന്നത് പ്രിൻസസ് കട്ടാണ്, ഫ്രണ്ട് പോർഷൻ. ബാക്ക് പോർഷൻ നോർമൽ. ഇത് നേവി ബ്ലൂ ആണോ അതോ ഇൻഡിഗോയോ? ഇൻഡിഗോ ഡാർക്ക്. ഇത് ഉറപ്പായിട്ട് നിങ്ങളുണ്ടല്ലോ ഈ മെറൂണിൻ്റെ നേവി പ്രിന്റ്, സെയിം പ്രിന്റ് വരുന്ന നേവി ബ്ലൂ ആണ്. ഇത് വേറെ പ്രിന്റ് ഒരെണ്ണം കൂടെ കാണുമല്ലോ, ഒന്നും കൂടെ ഉണ്ടോ, ഇൻഡിഗോയും കൂടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് വേറൊരു പ്രിന്റ് കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും സ്ക്രീൻഷോട്ട് എടുക്കുന്നത് നമ്പർ കൂട്ടി എടുക്കാവുള്ള. ഒരു കാരണവശാലും സ്ക്രീൻ ഇങ്ങനെ ഒത്തിരി പേരുണ്ട് സൂം ചെയ്ത് നമുക്ക് തെറ്റിപ്പോകാതിരിക്കാൻ ചെയ്യുന്നത്. നമുക്ക് തെറ്റത്തില്ല, കാരണം ഞങ്ങൾ നമ്പർ നോക്കിയാണ് അയക്കുന്നത്. അപ്പം സ്ക്രീൻഷോട്ട് എടുക്കുന്ന അങ്ങനെ എടുക്കാവുള്ളേ. ഇനി നമ്മുടെ നോർമൽ ബ്ലൗസാണ്. ഇത് കണ്ടോ, ഇത് സ്കാലപ്പൊക്കെ ചെയ്ത് ഒരു എന്നാ പറയുന്നത്, ഇങ്ങനെ മേളിൽ കൂടെ ഒരു നെറ്റിൻ്റെ വർക്ക്, നെറ്റല്ല കേട്ടോ, നെറ്റിൻ്റെ വർക്ക് പോലെ ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു ബ്ലൗസാണ്. നിറച്ചും നെറ്റേ കൂടെ ഇങ്ങനെ സ്റ്റോൺ വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ എല്ലാവരും പറയും വിദ്യയ്ക്ക് ഇത് ഓണത്തിന് മുന്നേ കൊണ്ടുവന്നുകൂടായിരുന്നോ എന്ന്. ഓരോന്നിനെയും അതിൻ്റേതായ സമയമുണ്ട് ദാസാ. കൈ കണ്ടോ സ്കാലപ്പ് ചെയ്ത്, കൈ ഈ സ്കാലപ്പ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഒരു കൈ ഒരിച്ചിരി കയറിയ ഇതിൻ്റെ ഇരിക്കുന്നത്. ആ സ്കാലപ്പ് കാണണമെങ്കിൽ ആ കൈ അങ്ങനെ കയറി ഇരുന്നാലേ പറ്റുള്ളൂ. ഇവിടം വരെ ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ആ ബ്ലൗസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അത് കയറി ഇരുന്നാൽ മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ സ്കാലപ്പ് ഇതേ ഇവിടെയും ഉണ്ട്, താഴെയും ഉണ്ട്, നമ്മുടെ ഈ പാർട്ടിലും ഉണ്ട്. അപ്പം നമുക്ക് പിള്ളേർക്കൊക്കെ നമ്മുടെ ഷോപ്പിലൊക്കെ ഓണത്തിന് ധാവണി ചുറ്റാനായിട്ട് ബ്ലൗസ്, ഇങ്ങനത്തെ ബ്ലൗസ് വാങ്ങിച്ചു വന്ന കുട്ടികളാണ്, ടീനേജേഴ്സ് മൊത്തം ഇങ്ങനെ ഉണ്ട്. രസമെന്നറിയോ. അപ്പം സ്കേർട്ടിനൊക്കെ ഇങ്ങനെ ഇടുകയും ചെയ്യാം. ക്രോപ്പ് ടോപ്പായിട്ട് ഏതിന് വേണേലും ഇടാം. സാരി ബ്ലൗസാണ് ഇത് ശരിക്കും, എങ്ങനെ വേണേലും ഇടാം. സ്കാലപ്പ് ഇവിടെയും ചെയ്തിട്ടുണ്ട്, അതായത് ഈ ഭാഗത്തൂടെ വരുന്നിടത്തും ചെയ്തിട്ടുണ്ട്, കൈയെല്ലാം ചെയ്തിട്ടുണ്ട്. കൈ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ ഇരുന്നാലേ അതിന് ഭംഗി കിട്ടത്തുള്ളൂ. കൈ ഇറങ്ങി ഇവിടെ പോയി ചുളുങ്ങിയിരിക്കാനുള്ളതല്ല.
പിന്നെ ഇങ്ങനെ സ്റ്റോൺ വർക്ക്, ഇത്തരം വർക്ക് കണ്ടോ, ഡിസൈൻ കണ്ടോ, ഡാർക്ക് ഇതെല്ലാം എടുത്തെടുത്ത് നിൽക്കുന്ന ഡിസൈൻസാണ്. നല്ല ഭംഗിയാണ്, സിമ്പിളാണ്. പല പല മോഡലുകൾ ഇറങ്ങുമ്പോൾ ആ കൂട്ടത്തിൽ വരണം. നിങ്ങൾക്ക് ഒത്തിരി മോഡൽ ബ്ലൗസ് ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു മോഡൽ. ഇത് സൈസ് എല്ലാവരും ഭയങ്കര പരാതിക്കാരാണ്. XXL കൊണ്ടുവരുന്നുള്ളൂ, XXLകാർക്ക് കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞു. അയ്യോ, ഞാനിതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ല. ഇത് ആദ്യം ഇടണേ. ബ്ലൗസ് വാങ്ങിക്കുന്നവരെ ആദ്യം ശ്രദ്ധിക്കണം. ഇപ്പം സ്ക്രീനിൽ XXL എന്നാണ് എഴുതിയേക്കുന്നതെങ്കിൽ XXL വരെയുള്ളവരെ വാങ്ങിക്കാവുള്ളൂ. XXL തന്നെ കൈക്കൊക്കെ ഒത്തിരി വണ്ണം കൂടുതലുള്ളവർ അങ്ങനെയുള്ളവർ വാങ്ങിക്കരുത് കേട്ടോ. നോർമൽ സാധാ കുഴപ്പമുള്ളവർ വാങ്ങിക്കുന്നത്. ഇത് സ്ട്രെച്ചബിൾ ആണ്. XXL കൃത്യ സൈസ് അല്ല, അതിനേക്കാൾ ഇച്ചിരി കൂടെ വലുതാവും. നിങ്ങളുടെ കൃത്യം XXL സൈസ് ആണെങ്കിലും അതിനേക്കാളും കുറച്ചും കൂടി വലുതാവും. അപ്പം XXLൻ്റെ മേളിലോട്ടുള്ളവർ വാങ്ങിക്കരുത്. 2 ബ്ലൗസ്, ആദ്യം കാണിച്ച ബ്ലൗസും രണ്ടാമത് കാണിക്കുന്ന ബ്ലൗസും അതിന് മേളിലേക്കുള്ളവർ വാങ്ങിക്കരുത്. ഇതെന്താ, ബോട്ടിൽ ഗ്രീൻ, അതിൻ്റെ ലൈറ്റും ഡാർക്കും കൂടെ മിക്സ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ടോ, രസമല്ലേ. ഈ ബ്ലൗസിന് റിട്ടേണോ എക്സ്ചേഞ്ചോ ഒന്നുമില്ല കേട്ടോ. ഇത് പിന്നെ ഇത്ര സ്റ്റോൺ പിടിപ്പിച്ചതുകൊണ്ട് നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഇച്ചിരി കെയർഫുൾ ആയിട്ട് വാഷ് ചെയ്യാവുള്ളേ. ചാടി കയറിയിട്ട് ഇങ്ങനെ കുത്തി ഇലക്കുകയൊന്നും ചെയ്യരുത്. ഷാമ്പൂവിനകത്ത് വല്ല മുക്കി വെക്കുക, കുറച്ച് നേരം വെക്കുക, എന്നിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുക. റെഡ് ഓണത്തിന് ഇട്ടുമായിരുന്നു, സൂപ്പറായിരുന്നു അല്ലേ. ഈ സ്കാലപ്പ് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ എന്തോ റേറ്റ് ആണെന്ന് അറിയാമോ? ഈ നമ്മുടെ മെഷീനല്ലേ ഇങ്ങനെയാണെ ഫ്രണ്ട് നെക്ക് ഇങ്ങനെ, ബാക്ക് നെക്കും അങ്ങനെ തന്നെ. പിന്നെ നമ്മുടെ ബോഡിയുടെ ഇതനുസരിച്ച് അത് ഇതായിട്ട് വന്നോളൂ. ടൈറ്റായിട്ടൊന്നും ഇരിക്കത്തില്ല. നല്ല കഴുത്തൊക്കെ അനാവശ്യമായിട്ട് കയറിയിരിക്കത്തില്ല, ഇറങ്ങിയിരിക്കത്തില്ല. ബ്ലാക്ക്, എനിക്ക് ആ സ്കാലപ്പ് ചെയ്തൊക്കെ കാണാൻ എല്ലാം ഇഷ്ടമാണോ. എനിക്ക് പണ്ടേ കസവ്, ഇങ്ങനെ സ്കാലപ്പ് വർക്ക്, ടെമ്പിൾ ബോർഡർ, ഇതെല്ലാം എനിക്ക് ഇച്ചിരി ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ എന്തോ അതിനോടൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് ഭയങ്കര. വൈറ്റ് ഉണ്ടോ, വൈറ്റ് വർക്ക് ഉണ്ടോ, എന്നാ സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്നു. നമ്മൾ ഇപ്പം ക്രിസ്ത്യൻസിനൊക്കെയാണ് ചർച്ച് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ നെറ്റ് ഭയങ്കര ഇതല്ലേ. ഏത് കാലത്തും അതിനൊരു ഭയങ്കര ഇതുള്ള ഒരു ഡിമാൻഡുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു വർക്ക് വരുന്നത്. വൈറ്റിന് പ്രത്യേകിച്ച്. ചിക്കു ഷെയ്ഡ് അല്ലെങ്കിൽ സാൻഡൽ ഷെയ്ഡ് എന്താ. ഓരോരുത്തരുടെ ശരീരപ്രകൃതം അനുസരിച്ച് ഇതിനകത്ത് വണ്ണത്തിലൊക്കെ വ്യത്യാസം വരാം. അതിന് നമ്മൾ ഉത്തരവാദികളല്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ XL XXL എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് സൈസ് മാത്രമേ അറിയത്തുള്ളൂ. അതിനനുസരിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും എപ്പോൾ XL ആണെങ്കിലും കൈക്ക് വണ്ണം കൂടുതൽ, ഷോൾഡറിന് വണ്ണം കൂടുതൽ, ഷോൾഡറിൻ്റെ ഷേപ്പ്, ചിലരുടെ ഇങ്ങനെ ഇടുങ്ങി തൂങ്ങി കിടക്കുന്ന ഷോൾഡർ ആയിരിക്കാം, ചിലരുടെ ഇങ്ങനെ ഒരു ജിം ബോഡി ആയിരിക്കാം, ചെസ്റ്റ് സൈസ് വണ്ണം കൂടുതലായിരിക്കും. അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്കറിയത്തില്ല. ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് ഇത് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് സൈസിനാണ്. ഇപ്പോൾ 10 പേരെ എടുത്ത് നോക്കിയാൽ 8 പേർക്ക് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ 6 പേർക്ക് എങ്ങനെയായിരിക്കും, ആ ഒരു രീതിക്കാണ് ഇത് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സൈസ് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. ഇത് സൈസ് എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് ഇത്രയും ബ്ലൗസ്, ഞാൻ കൊടുത്ത ഇത്രയും ബ്ലൗസ് കൊടുത്ത ആൾക്കാർ കാണത്തില്ല. എന്നാലും ബ്ലൗസിന് അതുപോലെ ആൾക്കാർ ആവശ്യക്കാരാണ്. അപ്പോൾ നമുക്കിതിന് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ക്യാൻസലേഷനോ ഒന്നുമില്ല. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങിക്കാമെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതൊരു വേറൊരു രീതിക്ക് എടുക്കരുത്, പോസിറ്റീവായിട്ട് എടുക്കുക. കാരണം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. താങ്ക് യു.